ഇനി കോഴിക്കോട് നിന്നുള്ള ഒരു വാർത്തയിലേക്ക് പോകുകയാണ്. വിദ്വേഷ പ്രചാരണം നടത്തിയ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകാൻ റിയാസ് ഉണ്ട് കോഴിക്കോട് നിന്നും. റിയാസ്, എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? എന്താണ് ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലം? ഇക്കഴിഞ്ഞ 5-നാണ് ഈ അറസ്റ്റിനാസ്പദമായ സംഭവം നടന്നത്. അതായത് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന താമരശ്ശേരി ആലിക്കുന്നുമല്ല PK അഭിജി. ഈ അഭിജി താമരശ്ശേരി കാരാടി ജുമാ മസ്ജിദിൽ അതിക്രമിച്ചു കയറുകയും അവിടെ നിന്നും വീഡിയോ ചിത്രീകരിക്കുകയും ഈ പള്ളിയെ സംബന്ധിച്ചുൾപ്പെടെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. അതിനുശേഷം ആ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. അത് പിന്നീട് ഇൻസ്റ്റഗ്രാമിലെ ഒരു ഗ്രൂപ്പിലായിരുന്നു അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ശേഷമാണ് പള്ളി കമ്മിറ്റി പോലീസിൽ പരാതി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ KO പ്രദീപിന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം നടത്തി. പിന്നീട് സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച യുവാവ് അഭിജയാണെന്ന് കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിശദമായി ചോദ്യം ചെയ്തതോടുകൂടി അഭിജയ് കുറ്റം സമ്മതിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അഭിജയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അഭിജയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. IPC 153A വകുപ്പ് പ്രകാരമാണ് അഭിജയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഈ പ്രദേശത്ത് പോലീസ് സമാധാന യോഗം വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിജയ് വ്യക്തിപരമായ താല്പര്യത്തിന്റെ പേരിൽ മാത്രമാണ് ഇത്തരമൊരു സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്നാലും പ്രദേശത്ത് സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് കാര്യങ്ങൾ ഇപ്പോൾ സമാധാനപരമായി നീങ്ങിയിട്ടുണ്ട്. അഭിജയെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിദ്വേഷ പ്രചാരണം നടത്തിയ സംഭവത്തിലാണ് കോഴിക്കോട് താമരശ്ശേരി സ്വദേശിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. ആലിക്കുന്നുമ്മലെ PK അഭിജയ് എന്ന യുവാവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്.